ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ അസംഘടിതർ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കുഞ്ഞില മസില്ലാമണിയാണ്. അപ്പോൾ അവർ ഒരു റൈറ്ററാണ്, അതേപോലെ തന്നെ ഡയറക്ടറാണ്, കോഴിക്കോട് ഉള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ അവരൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവർ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സിലാണ് അവരുടെ വർക്കുകളൊക്കെ വരാറുള്ളത്. അതേപോലെ തന്നെ സോഷ്യലി ചാലഞ്ചർ ആയിട്ടുള്ള നറേറ്റീവ്സൊക്കെയാണ് അവരുടെ എന്താ പറയുക പുറത്ത് അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അവരുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അസംഘടിതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. ദ അൺഓർഗനൈസ്ഡ് എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടേം വരുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു മലയാളം ആന്തോളജി ഉണ്ട്, ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള അസംഘടിതർ എന്നുള്ള ഷോർട്ട് ഫിലിം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഫിലിം ഹൈലൈറ്റ്സ് ദ എവറിഡേ സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ വിമൻ വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ, സ്പെസിഫിക്കലി ഓൺ SM സ്ട്രീറ്റ് ഇൻ കോഴിക്കോട്, വേർ ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ടോയ്ലറ്റ്സ്. അതായത് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും ഇല്ലാതെ അവർ ബുദ്ധിമുട്ടുന്ന ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട്, എസ്പെഷ്യലി ഇത് സംസാരിക്കുന്ന SM സ്ട്രീറ്റ് കോഴിക്കോടുള്ള മിഠായി തെരുവിൻ്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ജോലി സ്ഥലത്ത് ബേസിക്കായിട്ടൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്ത സ്ത്രീകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ സ്റ്റോറി ഫോളോസ് എ ഗ്രൂപ്പ് ഓഫ് സെയിൽസ് വിമൻ who work long hours without adequate breaks, forcing them to resort to purchasing a tea at a nearby restaurant just to access restroom. അപ്പോൾ മണിക്കൂറുകളോളം കടയിൽ ജോലി ചെയ്യുന്ന സെയിൽസ് വിമൻ ആയിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ നമുക്കവിടെ കാണാം. അവർക്ക് അവിടെ ആവശ്യത്തിനുള്ള ബ്രേക്കുകളൊന്നുമില്ല, എന്നാലും കിട്ടുന്ന ബ്രേക്കിന് ഇവർക്ക് ആകെ കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. പക്ഷേ അവർക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആകെ ആ ഭാഗത്ത് വാഷ്റൂം ഉള്ളത് ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിലത്തെ ഒരു വാഷ്റൂമാണ്. പക്ഷേ നമുക്ക് വെറുതെ കയറിയിട്ട് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ വാങ്ങിക്കേണ്ടതായിട്ട് വരികയാണ്, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വരികയാണ്. ഡെസ്പൈറ്റ് ഫേസിങ് റിഡിക്യൂൾ ആൻഡ് ഇൻഡിഫറൻസ് ഫ്രം ദെയർ എംപ്ലോയർ ആൻഡ് ദ യൂണിയൻ വർക്കേഴ്സ്, ദ വിമൻസ് പെർസിസ്റ്റൻസ് ലീഡ്സ് ദം ടു ടേക്ക് മാറ്റേഴ്സ് ഇൻ ടു ദെയർ ഓൺ ഹാൻഡ്സ്, അൾട്ടിമേറ്റ്ലി റേസിംഗ് അവയർനെസ് അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് സ്പാർക്കിംഗ് ചേഞ്ച്. അങ്ങനെ ഇവർ ഓണർ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതേപോലെ അവർ കളിയേക്ക് വിടുകയാണെന്ന് കാണുമ്പോൾ ഇവർ യൂണിയൻ വർക്കേഴ്സിൻ്റെ അടുത്ത്, അവരുടെ യൂണിയൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ആകുമ്പോൾ അവരായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും പിന്നീട് അവരുടെ റൈറ്റ്സ് എന്താണെന്നുള്ളത് ഒരു മറ്റുള്ളവരിലേക്ക് എത്തുകയും അതൊരു സ്പാർക്കിംഗ് ചേഞ്ച് ആയിട്ട് മാറുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണാം. ത്രൂ ഇറ്റ്സ് പവർഫുൾ നറേറ്റീവ് ദ ഫിലിം ഷെഡ്സ് ലൈറ്റ് ഓൺ ദ ബ്രോഡർ ഇഷ്യൂ ഓഫ് ജെൻഡർ ഇനീക്വാളിറ്റി ആൻഡ് ദ നെഗ്ലക്ട് ഓഫ് വിമൻസ് ബേസിക് നീഡ്സ് ഇൻ വർക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബ്രോഡർ ഇഷ്യൂ ഓഫ് ജെൻഡർ ഇനീക്വാളിറ്റിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എത്രത്തോളം അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ജോലി സ്ഥലങ്ങളിൽ എന്നതുകൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റിലോട്ട് പോകാം. അസംഘടിതർ ഡയറക്റ്റഡ് ബൈ കുഞ്ഞില മസില്ലാമണി എസ് എ ഷോർട്ട് ഫിലിം ഫീച്ചേർഡ് ഇൻ ദ 2022 മലയാളം ആന്തോളജി ഫ്രീഡം ഫൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിച്ച് കംപ്രൈസസ് 5 സ്റ്റോറീസ് എക്സ്പ്ലോറിംഗ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫ്രീഡം. അതിനകത്ത് മൊത്തം വരുന്ന 5 സ്റ്റോറീസാണ്. അതിലത്തെ ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5ലും വരുന്നത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചാണ്. അസംഘടിതർ അഡ്രസ്സസ് ദ ലാക്ക് ഓഫ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇൻ വർക്ക് പ്ലേസസ്, ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫ്രം റിയൽ ലൈഫ് ഇൻസിഡൻസ് വേർ വിമൻ പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ടോയ്ലറ്റ്സ്. അപ്പോൾ ഇവിടെ അസംഘടിതർ എന്നുള്ള ആ ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെ പറയുന്നത് വൃത്തി ഉള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വർക്ക് പ്ലേസിൽ. അപ്പോൾ അതിൽ നിന്നും അത് നമുക്കറിയാം, അത് റിയൽ ലൈഫിൽ ഒരുപാട് പേര് സഫർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ആബ്സെൻസ് ഓഫ് ടോയ്ലറ്റ്സ് എന്നുള്ള പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുന്ന, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ദ നറേറ്റീവ് സെൻറ്റേഴ്സ് അറൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് വിമൻ വർക്കിംഗ് ഇൻ സ്മോൾ ഷോപ്സ് അലോങ് SM സ്ട്രീറ്റ് ഇൻ കോഴിക്കോട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ദീസ് വിമൻ ആർ ഫോഴ്സ്ഡ് ടു വർക്ക് ഫോർ 10 to 12 hours എ ഡേ, ഓഫൺ വിത്തൗട്ട് അഡിക്കേറ്റ് ടൈം ഫോർ ഫെസിലിറ്റീസ് ടു ഈവൻ യൂറിനേറ്റ്. 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല, വേണ്ടത്ര ബ്രേക്ക് കിട്ടുന്നില്ല, ഈവൻ അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോലുമുള്ള സിറ്റുവേഷൻ അവിടെ ഇല്ല. All sales women and other female employees working on some street are allowed only one break during the day. ആകെ ഒരു ബ്രേക്ക് മാത്രമേ അവർക്ക് അവിടെ കിട്ടുന്നുള്ളൂ. For tea and to use the restroom. അത് തന്നെയാണ് ചായ കുടിക്കാനും റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യാനൊക്കെ കൂടി ഉള്ളതാണ് ആ ഒരു ബ്രേക്ക്. Since there are no toilet facilities in their workplaces, they are compelled to visit the nearby restaurant. അവരുടെ ജോലി സ്ഥലത്ത് വാഷ്റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ആശ്രയിക്കേണ്ടത് വരികയാണ്.
However, to access the restroom, they must purchase tea, adding to their financial burden. അങ്ങനെ അവർക്ക് അവിടെ പോകുമ്പോൾ വെറുതെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചായ വാങ്ങിക്കേണ്ടതായിട്ട് വരികയാണ്. അത് ഓൾറെഡി എന്താ പറയുക, കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് അത് അവരുടെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ് കൂടാണ്. ദ ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റ് പ്ലേഡ് ബൈ ശൃന്ദ റൈസസ് ദ ഇഷ്യൂ വിത്ത് ഹെർ എംപ്ലോയർ പ്രസാദ്. ശൃന്ദയാണ് അതിൻ്റെ മെയിൻ റോള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ എംപ്ലോയർ ആയിട്ടുള്ള പ്രസാദിൻ്റെ അടുത്ത് എന്താ പറയുക, അവരുടെ പ്രശ്നം പറയുന്നുണ്ട്. ഹവർ ഹി ഡിസ്മിസസ് ഹെർ കൺസേൺസ് ആൻഡ് മോക്സ്. അപ്പോൾ അത് അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല, മാത്രമല്ല അവളെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ഷീ അപ്രോച്ചസ് വിജി, ദ ഫൗണ്ടർ ഓഫ് പെൺകൂട്ടു, ആൻ ഓർഗനൈസേഷൻ അഡ്വക്കേറ്റിംഗ് ഫോർ വിമൻസ് റൈറ്റ്സ്. അങ്ങനെ വിമൻസ് റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ടുള്ള പെൺകൂട്ടിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വിജിനെ പോയിട്ട് അവർ കാണുന്നുണ്ട്. വെൻ വിജി ആൻഡ് ദ അതർ വിമൻ എംപ്ലോയീസ് ബ്രിങ് ദ ഇഷ്യൂ ടു ദ അറ്റൻഷൻ ഓഫ് യൂണിയൻ വർക്കേഴ്സ്. അപ്പോൾ ഇവരുടെ തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടല്ലോ, ആ യൂണിയനിലേക്ക് ഇവർ ഈ പ്രശ്നം എത്തിക്കുകയാണ്. ദേ ആർ മെറ്റ് വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഫയർഡ്. പക്ഷെ അവിടെയും അവരെന്ത് ചെയ്യാണ്, പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരും കാര്യമാക്കി എടുക്കുന്നില്ല. ദ യൂണിയൻ മെമ്പേഴ്സ് കൺസിഡർ ദ ഇഷ്യൂ ടു ബി ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് വർക്കേഴ്സ് റൈറ്റ്സ് ആസ് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് മെയിൽ എംപ്ലോയീസ്. അവരെ സംബന്ധിച്ച് തൊഴിലാളികളുടെ അവകാശത്തിന് പുറത്തുള്ളൊരു കാര്യമാണ് ഈ ഒരു ഇഷ്യൂ. കാരണം എന്താ, അത് പുരുഷന്മാരെ ബാധിക്കുന്ന പ്രശ്നമല്ല, സ്ത്രീകളുടെ മാത്രം ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ തൊഴിലാളികളുടെ സംഘടന അതിനെ ഏറ്റെടുക്കുന്നില്ല. Though the women eventually get their jobs back, the problem remains unresolved. അവർക്ക് നഷ്ടപ്പെട്ട ജോലി അവർക്ക് തിരിച്ചു കിട്ടുന്നൊക്കെയുണ്ട് പ്രശ്നത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും, പക്ഷേ അവരുടെ പ്രശ്നം അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സോൾവ് ആവുന്നില്ല. ഇൻ വൺ പവർഫുൾ സീൻ, ശൃന്ദാസ് ക്യാരക്ടർ ഈസ് ഷോൺ യൂറിനേറ്റിംഗ് ഇൻ എ ബോട്ടിൽ ഇൻസൈഡ് എ ട്രയൽ റൂം, ഹൈലൈറ്റിംഗ് ദ സിവിയറിറ്റി ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ പ്രശ്നത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് ശൃന്ദയുടെ ക്യാരക്ടർ അവിടുത്തെ ട്രയൽ റൂമിൽ കയറിയിട്ട് ഒരു ബോട്ടിൽ യൂറിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രയും മോശമാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. When they escalate the matter to the district collector, he introduces e-toilets on SM Street. കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ടോയ്ലറ്റുകൾ അവിടെ സ്ഥാപിക്കാമെന്ന് പറയുകയാണ്. However, these remain non-functional and the situation sees no real improvement. പക്ഷേ അത് കാര്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. In the end, Vijay and the other women decide to build a toilet themselves. അങ്ങനെ സ്ത്രീകൾ അവരുടേതായ രീതിയിൽ ടോയ്ലറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദെയർ എഫേർട്സ് അട്രാക്ട് പബ്ലിക് ആൻഡ് മീഡിയ അറ്റൻഷൻ. അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനം പബ്ലിക്കും മീഡിയയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അൾട്ടിമേറ്റ്ലി പ്രഷറിങ് ഷോപ്പ് ഓണേഴ്സ് ടു കൺസ്ട്രക്ട് പ്രോപ്പർ റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഫോർ വിമൻ. അങ്ങനെ അത് അത്യാവശ്യം ഫേമസ് ആവാണ്, എല്ലാവരും അറിയുമ്പോൾ നാണക്കേട് പറയുന്നിട്ട് അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ഓണർക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരികയാണ്, അവർക്ക് വേണ്ടിയിട്ട് വാഷ്റൂം അവിടെ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. Women in the unorganized sector are frequently denied even the most basic amenities. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ പോലും അല്ലെങ്കിൽ ഫെസിലിറ്റീസ് പോലും എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയണം, ഇത്തരത്തിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ കിട്ടുന്നില്ല. ദ ഇഷ്യൂ ഇസ് എക്സാസ്പെറേറ്റഡ് വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽ വർക്കേഴ്സ്. അപ്പോൾ ഇത് ഒന്നും കൂടെ പ്രശ്നമാവുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്, ഒന്നും കൂടെ വേഴ്സ് ആവുന്നത് സ്ത്രീകളുടെ കേസ് വരുമ്പോഴാണ്. ഡെസ്പൈറ്റ് അപ്പിയറിംഗ് പ്രോഗ്രസീവ്, അവേഴ്സ് സ്റ്റിൽ എ സൊസൈറ്റി വെർ വിമൻസ് നീഡ്സ് ആർ ഓഫൺ ഓവർലുക്ക്ഡ് ഓർ ഡിസ്മിസ്ഡ് ആസ് അൺഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയൊക്കെ പ്രോഗ്രസീവാണ്, മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഇപ്പോഴും സ്ത്രീകളുടെ ആവശ്യങ്ങളെ ഒഴിവാക്കി വിടുക, അല്ലെങ്കിൽ ഒട്ടും പ്രധാനമല്ലാത്ത കാര്യമായിട്ട് കൺസിഡർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. The humiliating walk to the restaurant and the complaints about too many breaks are portrayed with striking realism and emotional depth. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ബ്രേക്കിനെ കുറിച്ച് പറയുന്ന കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്താ, നമുക്ക് ആ ഒരു എത്രത്തോളം റിയലിസ്റ്റിക് ആണ് ആ സംഭവം, അതേപോലെ തന്നെ അതിൻ്റെ ഇമോഷണൽ ഡെപ്തൊക്കെ കാണികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. താങ്ക് യു.